ചലച്ചിത്ര പ്രവർത്തകയുടെ അതിക്രമം കാട്ടിയ കേസിൽ PT കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. അനന്തകൃഷ്ണൻ ചേർന്നു വിവരങ്ങളുമായി. അനന്തൻ, എന്താണ് വിശദാംശങ്ങൾ? മോത്തി, IFFK സിനിമകളുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ തിരുവനന്തപുരത്തെ നഗരത്തിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് തന്നെ അതിക്രമിച്ചെന്ന് ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് കന്റോൺമെൻറ്റ് പോലീസാണ് കേസെടുത്തത്. ഈ കേസിൽ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ജാമ്യമില്ലാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PT കുഞ്ഞുമുഹമ്മദ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ പ്രാഥമികമായ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ തുടർ അന്വേഷണം നടത്താനുള്ള കഴമ്പുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പരാതിക്കാരിയുടെ 164 അടക്കം ഇനി രേഖപ്പെടുത്താനുണ്ട് എന്നുള്ള കാര്യവും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം PT കുഞ്ഞുമുഹമ്മദിൻ്റെ മൊഴിയെടുക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും PT കുഞ്ഞുമുഹമ്മദിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതിയിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.